ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൗർണമി വ്രതം എടുക്കുന്നതിലൂടെ നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും അത് നടന്നിരിക്കും. അതായത് പൗർണമി വ്രതം ഞാൻ പറയുന്ന രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഭഗവാന്റെ കൃപയാൽ നടക്കേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ ന്യായമായ കാര്യങ്ങളായിരിക്കണം. അപ്പോൾ ആ കാര്യം ഭഗവത് കൃപയാൽ അത് നടന്നിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്കൊരു കാര്യം നടന്നു കിട്ടാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യം ആ പൗർണമി ദിവസം ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ മാസത്തെ പൗർണമി വരുന്നത് ജൂലൈ 29 ബുധനാഴ്ചയാണ്. അപ്പോൾ ആ ദിവസം നിങ്ങൾ വളരെ ഭക്തിയായിട്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ദിവസം കഴിവതും രാവിലെ പ്രഭാതത്തിൽ തന്നെ ഉണരുക, വിളക്ക് വെക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക ഭഗവാനെ, പ്രത്യേകിച്ച് മഹാദേവനെയും ദേവിയെയും പ്രാർത്ഥിക്കുക. കഴിവതും വെള്ള വസ്ത്രം ധരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ധരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഭഗവാന് നിവേദ്യം എന്തെങ്കിലും കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ അതിൻ്റേതായ ശുദ്ധിയും വൃത്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ ആ ദിവസം അമ്പലത്തിൽ പോയി ഭഗവാൻ ഒരു പാൽപ്പായസ വഴിപാടൊക്കെ നടത്തുക. മഹാദേവനും ദേവിയും കൂടെ ഉള്ള അമ്പലത്തിൽ പോകാൻ നിങ്ങൾ നോക്കണം. രണ്ടു പേർക്കും വളരെ പ്രധാനപ്പെട്ട അവരുടെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ്. അപ്പോൾ അവരോട് എന്ത് തന്നെ പ്രാർത്ഥിച്ചാലും നമുക്ക് ഏറ്റവും വേഗത്തിൽ അത് സാധ്യമാക്കി തരുന്ന ഒരു ദിവസവും കൂടിയാണ് പൗർണമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൗർണമി വ്രതം ഇതുപോലെ എടുക്കുക. രാവിലെ പ്രഭാതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അമ്പലത്തിൽ പോകാൻ പറ്റാത്തൊരു വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ഓം നമഃ ശിവായ കഴിവതും ഒരു 1008 വട്ടമെങ്കിലും നിങ്ങൾ ഉരുവിടാൻ നോക്കുക. അത്രയും പറ്റിയില്ലെങ്കിൽ ഒരു 108 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ജപിക്കുക. ഓം നമഃ ശിവായ, ഓം ഉമാ മഹേശ്വരായ നമ, ഈ മന്ത്രങ്ങൾ നിങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈവനിങ് ടൈമിൽ അസുഖമൊക്കെ ഉള്ളവർ ചപ്പാത്തി അതുപോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാം, പക്ഷേ അരിയാഹാരം അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ നല്ല ഭക്തിയായിട്ട് ആ ദിവസം ഭക്തിയായിട്ടിരിക്കാൻ നോക്കണം. പിന്നെ നല്ല ആരോഗ്യസ്ഥിതിയൊക്കെ ഉള്ള ഒരു ഫ്രൂട്ട്സ് മാത്രം കഴിച്ചു വേണമെങ്കിലും നമുക്ക് വ്രതം എടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതൊക്കെ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വേണം അതൊക്കെ ചെയ്യാൻ. അതുപോലെ തന്നെ ആ ദിവസം വൈകുന്നേരത്തിനാണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. വൈകിട്ട് നിങ്ങൾ ഒക്കുമെങ്കിൽ സ്നാനമൊക്കെ ചെയ്ത് കുളി കഴിഞ്ഞ് വന്ന് വിളക്കൊക്കെ കത്തിച്ച് നന്നായിട്ട് ഭഗവാനെയും ദേവിയെയും നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം രാത്രിയിൽ, അതായത് ഒരു 7-8 മണി കഴിഞ്ഞ്, അതായത് നമ്മൾ നിലാവ് കാണുമല്ലോ, നമ്മൾ ചന്ദ്രദേവനെ കാണുമല്ലോ, ചന്ദ്രദേവനെ പുറത്തിറങ്ങി നന്നായിട്ട് വണങ്ങുക. അപ്പോൾ നിലാവ് ഉദിച്ച് വന്നതിന് ശേഷം ഒരു 8 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ വീട്ടിൽ ഏറ്റവും നീറ്റായിട്ടുള്ള, അതായത് പുതിയ ഗ്ലാസ് വേണമെങ്കിൽ നിങ്ങൾ മേടിച്ചോളൂ. ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക. അതിനകത്ത് ആ വെള്ളം നമ്മുടെ വീടിൻ്റെ വടക്ക് ദിശ, അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് പറയും, ഈശാന കോണെന്ന് പറയും. അപ്പോൾ ആ റൂമിൻ്റെ ജനലിൻ്റെ അടുത്ത് കൊണ്ടുവെക്കുക. അപ്പോൾ ആ റൂമിൻ്റെ ജനലിൻ്റെ അടുത്ത് കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് നമ്മുടെയൊക്കെ എന്തെങ്കിലും നടന്ന് കിട്ടാനായിട്ടുള്ള, അതായത് പിന്നെ എന്താ പറയുക, ന്യായമായ നമ്മുടെ ആവശ്യം അത് നടന്നു കിട്ടാൻ എന്ത് കാര്യമാണെങ്കിലും അത് ഒരു വെള്ള പേപ്പറിൽ എഴുതി ഈ ഗ്ലാസ് ജാറുണ്ടല്ലോ, വെള്ളം വെച്ച ആ ഗ്ലാസ് ജാറിൻ്റെ അതിനകത്തോട്ട് കമഴ്ത്തി വെക്കുക. കമഴ്ത്തി വെച്ചതിന് ശേഷം നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കൊള്ളുക. നന്നായി പ്രാർത്ഥിച്ച് കിടന്ന് ഉറങ്ങിക്കൊള്ളുക. പിറ്റേന്ന് പ്രഭാതത്തിൽ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ആ വെള്ളം ഫസ്റ്റിലെ തന്നെ ആ വെള്ളം കുടിക്കുക. അതോടെ എന്ത് ചെയ്യും, നിങ്ങളിൽ ആ പോസിറ്റിവിറ്റി, ആ പ്രകൃതിയുടെ ആ ഒരു പോസിറ്റിവിറ്റി, ഉള്ളിലെ പോസിറ്റിവിറ്റിയുടെ ഒരു ദിവസമാണ് പൗർണമി എന്ന് പറയുന്നത്. അപ്പം പ്രകൃതിയുടെ ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലോട്ട് വരികയും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും മഹാദേവൻ്റെയും ദേവിയുടെയും അനുഗ്രഹം എല്ലാവരിലും വന്നു ചേരട്ടെ എന്ന് ആശംസിക്കുന്നു.